ശ്രീ ഹരിദാസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ഹരിദാസ്, എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ ഇപ്പോൾ RPF കൊണ്ടുപോയി സുരക്ഷിതമായി അവരുടെ കൈകളിലാണ്. വളരെ ക്ഷീണിതയായിരുന്നു എന്ന് ഹരിദാസ് തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് RPF ഉദ്യോഗസ്ഥർ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഹരിദാസ്, റൂമിലാണ് കുട്ടി ഇരിക്കുന്നത്. നമ്മളിപ്പോ ഭക്ഷണവും വെള്ളവും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഹരിദാസ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഭക്ഷണവും പിന്നെ വെള്ളം എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി. കുറച്ച് റിലാക്സ് ആയിട്ടുണ്ട് ഇപ്പോ. ആ അവര് പോലീസുകാർ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഓ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ഞങ്ങള് വിശാഖപട്ടണം കേരള കലാസമിതി പ്രസിഡന്റ് ഉണ്ട്, ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്, പിന്നെ ഞങ്ങള് വേൾഡ് മലയാളി കൗൺസിലിന്റെ ആളുകളുണ്ട്, എല്ലാ ഭാരവാഹികളുണ്ട് ഇവിടെ. ബാക്കി കുറെ നമ്മുടെ മെമ്പർമാരെല്ലാം ഉണ്ട്. ഞങ്ങളൊരു 3 വിഭാഗമായിട്ടാണ് തിരയാൻ പോയത്. ട്രെയിനിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. 3 കൂട്ടമായിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞ് ചെക്ക് ചെയ്യാൻ പോയത്. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അവിടെ കവിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയിൽ കണ്ടത്. പക്ഷെ ആ കോപ്പിയിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഈ കുട്ടി ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ ആരെയും അല്ല എന്ന് പറഞ്ഞു. അടുത്ത കോപ്പിയിൽ സ്ത്രീകളുടെ ആണെന്നാ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീയെ കൊണ്ട് ചോദിച്ചപ്പോൾ അവരുടെ കുട്ടിയാണെന്നാണ് അവർ അവകാശപ്പെട്ടത്. അപ്പോ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും പറയാൻ വഴിയില്ലാണ്ടായി. പിന്നെ ഞങ്ങൾ കുട്ടിയെ വിളിച്ച് പേര് ചോദിച്ചപ്പോൾ സസ്മത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേറെ ട്രെയിനിൽ പിന്നെ കൂടുതൽ അവിടെ ആർഗ്യുമെന്റ് ഒന്നും ചെയ്യാണ്ട് ഞങ്ങൾ കുട്ടിയും കൊണ്ട് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇവിടെ RPFകാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ശരി. ശ്രീ ഹരിദാസ്, ഈ തസ്മിത്തിനെയും കൊണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് തടയാനോ ആരെങ്കിലും വന്ന് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തോ, ഈ സ്ത്രീകൾ ആരെങ്കിലും? തടയലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങള് 5 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യാനൊന്നും വന്നില്ല. കൂളായിട്ട് തന്നെ നമ്മള് കൂട്ടിട്ട് വന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാണ് ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിയത്? ഞങ്ങള് ചോദിച്ചു ഇങ്ങനെ എവിടേക്കാ പോണെന്ന് ചോദിച്ചു. കുട്ടി ഒന്നും പറയുന്നില്ല. പിന്നെ കുട്ടി എണീച്ചിരുന്ന് കഴിഞ്ഞപ്പോ അവരുടെ ടോപ്പും ബോട്ടും ആയിട്ടുള്ള ഡ്രസ്സ് മാച്ച് ആവുന്നുണ്ട്. അപ്പോ കേരളത്തിൽ നിന്ന് കയറി വന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി അതേന്ന് തലയാട്ടി. അപ്പൊ ശരി പേര് ചോദിച്ചപ്പോ തസ്മത്ത് എന്ന് പറഞ്ഞു. എന്നാ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ ഇറങ്ങാം, നാട്ടിലെ അച്ഛനെ നമ്മുടെ അടുത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇറക്കി. കുട്ടി കൂളായിട്ട് വരും ചെയ്തു ഞങ്ങളുടെ കൂടെ. ആ കുട്ടിക്ക് ശാരീരിക അവശതകൾ എന്തെങ്കിലും ഉണ്ടോ ഹരിദാസ്? ഏതാ ശാരീരിക അവശതകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കുഞ്ഞിന്? അവശതാന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ചൂടൊക്കെ കാരണം കുറച്ച് ഭക്ഷണത്തിന്റെ ഒക്കെ പ്രോബ്ലം കാരണം കുറച്ച് ഒരു അവശതയിലാണ്. ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബിരിയാണി വേണമെന്ന് കുഞ്ഞു പറഞ്ഞല്ലേ? റൂമിൽ കഴിച്ചുകൊണ്ടിരിക്കും. ഓ ശരി ശരി. ആ ബിരിയാണി വേണമെന്ന് ഈ RPF ഉദ്യോഗസ്ഥരോടാണോ പറഞ്ഞത് കുഞ്ഞ്? അല്ലല്ല നമ്മളോടാണ്. നമ്മുടെ നിങ്ങളോട് പറഞ്ഞു? ഗണേശൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞത് ബിരിയാണി വേണം. ഈ അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ ഹിന്ദിയിലാണോ പറഞ്ഞത്? അതെ ഹിന്ദിയിലാണ് പറഞ്ഞത്. ഹിന്ദിയിലാണ് പറഞ്ഞത്. മറ്റൊന്നും കുഞ്ഞു പറഞ്ഞില്ല അല്ലേ? ഹിന്ദിയും ആ കുട്ടിക്ക് അത്ര വശമില്ല. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവർക്ക് അത്ര വശമില്ല. ഹരിദാസ്, ഇവിടെ നമുക്ക് പല സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിനെ കാണാതായ മണിക്കൂറുകളിൽ. അതിലൊന്ന് കുഞ്ഞിനെ മറ്റാരെങ്കിലും പറഞ്ഞ് കുഞ്ഞു കൂടെ പോയതാണോ എന്നൊക്കെയായിരുന്നു. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, കുഞ്ഞു ഒറ്റയ്ക്കായിരുന്നു അല്ലേ? അത് നിങ്ങൾക്ക് ഒറ്റയ്ക്കാന്ന് പറഞ്ഞു. കുട്ടി ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിലുള്ളവരെ ഉണ്ടായിരുന്നോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ വണ്ടിയിൽ നിന്ന് അവര് കൂടെ കൂട്ടിയതാണോ എന്ന് എനിക്കൊരു സംശയം. ഓ അത് ശരി. കുഞ്ഞു ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടിട്ട് കൂട്ടിയതായിരിക്കും ഒരു പക്ഷേ. അതായത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ എത്തി നോക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ച് അപകടമുണ്ട് അല്ലേ? ഈ RPF ട്രെയിനിൽ ഫോട്ടോന്റെ അത്രയും ഒരു വലുപ്പമൊന്നും കുട്ടിയില്ല. ഓ ശരി. കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. ചെറിയ കുഞ്ഞാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ട്രെയിനിലെ ഫോട്ടോ കണ്ടപ്പോ ഭയങ്കര ഒരു വലുപ്പമുള്ള ഒരു കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. അതൊരു യാത്രക്കാരി എടുത്തതാണല്ലോ, അടുത്ത് നിന്ന് എടുത്തതാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അതെ ഈ RPFന് കൈമാറിയിട്ട് ശ്രീ ഹരിദാസ് നിങ്ങൾ എന്താണ് പറഞ്ഞത് RPFനോട്? RPFനോട് ഇപ്പൊ അവരുടെ പ്രൊസീജിയർ എന്താണെന്ന് ചെയ്തിട്ട് അവരിപ്പോ അവരുടെ ഈ കുട്ടികളെ താമസിക്കുന്ന ഒരു ഉണ്ടാവുമല്ലോ, അവിടെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ടൊരു അവർക്ക് ഈ ഒരു റൂമൊക്കെ ഉണ്ട് ഈ പെൺകുട്ടികളെ താമസിപ്പിക്കുന്നത്. ഉം. അപ്പൊ അവിടെ ഹാൻഡ് ഓവർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മളിപ്പോ അവരുടെ കസ്റ്റഡിയിൽ തന്നെ വെക്കാനാണ് നമ്മൾ പറയുന്നത്. ഹരിദാസ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ സമയത്ത് RPF ഇങ്ങനെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്നും ഈ ട്രെയിനിൽ ഇങ്ങനെ സാധ്യതയുണ്ടെന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശോധന നടത്തുമ്പോൾ RPF സമാന പരിശോധന അവിടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് RPF വിവരം അറിഞ്ഞത് അവിടുത്തെ? ഏതാ നിങ്ങൾ ഈ ട്രെയിനിൽ പരിശോധിക്കുന്ന സമയത്ത് RPF ഇങ്ങനെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന വിവരം ഔദ്യോഗികമായി കിട്ടിയിരുന്നോ? അതോ നിങ്ങൾ RPF ഈ കുട്ടിയുമായി എത്തിച്ചതിന് ശേഷം മാത്രമാണോ RPF ഈ വിവരം അറിയുന്നത്? ഞങ്ങൾ വന്നവിടെ ഞങ്ങളിവിടെ ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ RPF കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു. അവർക്ക് ഈ ഫോട്ടോ ഹാൻഡ് ഓവർ ചെയ്ത് അവരുടെ ഗ്രൂപ്പിൽ ട്രെയിനിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും അവരുടെ ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി.